എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന് എണ്ണിയാൽ തീരാത്ത പേരുകളുണ്ട് അല്ലേ? എന്നാൽ ഭഗവാന് കേശവൻ എന്നുള്ള പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. വരൂ, ഞാൻ പറയാം. ദേവലോകത്ത് ഇന്ദ്രന് വെൺകൊറ്റക്കൊട പിടിക്കുന്നത് കുമുദനാണ്. ഇന്ദ്രൻ്റെ സന്തത സഹചാരി. വൃതാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി വജ്രായുധമുണ്ടാക്കുവാൻ ഭഗവാന്റെ ആജ്ഞപ്രകാരം ദധീചി മഹർഷിയെ വധിക്കേണ്ടി വന്നു ദേവേന്ദ്രന്. വലിയ ഹരിഭക്തനായ അസുരനെ വധിച്ചപ്പോൾ ഇന്ദ്രനെ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു. കറുത്ത് ഐശ്വര്യം നഷ്ടപ്പെട്ട ദേവേന്ദ്രനോട് ബ്രഹ്മഹത്യാപാപമോചനത്തിനു വേണ്ടി അശ്വമേധയാഗം നടത്താൻ ദേവഗുരു ബൃഹസ്പതി ഉപദേശിച്ചു. ദേവലോകം അശ്വമേധയാഗത്തിനൊരുങ്ങി. വെളുത്ത ഉടലും നെറ്റിയിൽ കറുത്ത ചുട്ടിയും കറുത്ത ചെവിയുമുള്ള ഒരു മനോഹരമായ യാഗാശ്വവും എത്തി. കുമുദന് അശ്വത്തെ കണ്ടപ്പോൾ മോഹവും സങ്കടവും തോന്നി. ദിഗ്വിജയം കഴിഞ്ഞെത്തുന്ന ഇത്രയും ഭംഗിയുള്ള ഈ അശ്വത്തെ യാഗാവസാനം ബലി കൊടുക്കേണ്ടി വരും. കുമുദൻ രാത്രിയിൽ അശ്വത്തെ മോഷ്ടിച്ച് കാട്ടിലെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു. ഇന്ദ്രസദസ്സിലെ മരുത്തുക്കൾ കുമുദൻ്റെ കള്ളത്തരം കണ്ടിരുന്നു. യാഗാരംഭത്തിൽ യാഗാശ്വത്തെ കുളിപ്പിച്ച് ഒരുക്കി നിർത്താൻ യാഗത്തിൻ്റെ ചുമതലയുള്ള മഹർഷിമാർ ആജ്ഞാപിച്ചു. കുമുദൻ ഒന്നും അറിയാത്തതുപോലെ വെൺകൊറ്റക്കുടയും പിടിച്ചു നിന്നു. യാഗാശ്വത്തെ കാണുവാനില്ല. അവസാനം മരുത്തുക്കൾ യാഗാശ്വത്തെ കൊണ്ടുവന്ന് കുമുദനാണ് അശ്വത്തെ മോഷ്ടിച്ചതെന്ന് ഇന്ദ്രനെ ബോധിപ്പിച്ചു. ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ശാപം അനുഭവിക്കുന്ന ഇന്ദ്രൻ ക്രോധത്തോടെ ഒരു മന്വന്തരം ഭൂമിയിൽ അസുരനായി കഴിയാൻ കുമുദനെ ശപിച്ചു. ശാപവചനം കേട്ട കുമുദൻ ഇന്ദ്രനെ നമസ്കരിച്ച് സഹജീവിയോട് തോന്നിയ സ്നേഹവും സഹതാപവുമാണ് തന്നെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചത്, അതിനാൽ ശാപമോക്ഷം നൽകണമെന്ന് അപേക്ഷിച്ചു. തൻ്റെ ദാസനോട് കരുണ തോന്നിയ ദേവേന്ദ്രൻ കുമുദനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിനക്ക് ശാപമോചനം നൽകും. ഗോകുലത്തിൽ കണ്ണൻ എല്ലാവരുടെയും ഓമനയായി വളരുന്നു. ഒരു ദിവസം കംസൻ കേശിയെ രാജസദസ്സിൽ വരുത്തിക്കൊണ്ട് പറഞ്ഞു, ഗോകുലത്തിൽ എൻ്റെ അന്തകനായി കൃഷ്ണൻ വളരുന്നു. അവനെ നശിപ്പിക്കാൻ ഞാൻ പറഞ്ഞയച്ച പൂതന, തൃണാവർത്തൻ തുടങ്ങിയവരെല്ലാം കൊല്ലപ്പെട്ടു. കേശി, നീ പോയി കൃഷ്ണനെ നിഗ്രഹിച്ചു വരിക. രാജാവിൻ്റെ ആജ്ഞ കേട്ട മായാവിയായ കേശി കറുത്ത ചെവിയും വെള്ള ഉടലുമുള്ള ഒരു മനോഹരമായ അശ്വമായി ഗോകുലത്തിലെത്തി. ഭഗവാനെ കണ്ടപ്പോൾ തന്നെ കേശിയുടെ ഉള്ളിലെ കുമുദന് തൻ്റെ ശാപമോക്ഷമായെന്ന് ഉൾവിളിയുണ്ടായി. കൃഷ്ണൻ കേശിയെ പൊക്കിയെടുത്തെറിഞ്ഞു. എഴുന്നേറ്റ് കോപത്തോടെ കണ്ണൻ്റെ നേരെ പാഞ്ഞു ചെന്ന അശ്വത്തിൻ്റെ വായിൽ കൃഷ്ണൻ തൻ്റെ കുഞ്ഞിക്കൈ കടത്തി. കുഞ്ഞിക്കൈ വളർന്ന് വലുതായപ്പോൾ കുതിരയുടെ ശ്വാസം നിലച്ച് അത് ഭഗവാന്റെ കാൽക്കൽ വീണു. കേശിയുടെ ശരീരത്തിൽ നിന്ന് പട്ടുവസ്ത്രങ്ങളും കിരീടവും ധരിച്ച ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ തൃക്കൈ താടനത്താൽ എനിക്ക് ശാപമോചനമായി. ഭഗവാനെ, ദേവലോകത്തേക്ക് പോകാൻ അനുമതി നൽകിയാലും. സഹജീവികളോട് മോഹം തോന്നുന്നത് അസുരലക്ഷണമാണ്. അവയ്ക്ക് സ്നേഹവും കരുണയും സംരക്ഷണവും നൽകുന്നത് ദൈവികമാണ്. ഈ രണ്ട് ഭാവങ്ങളും നിന്റെ ഉള്ളിൽ ഉടലെടുത്തു. സഹജീവികളെ വാത്സല്യപൂർവം സംരക്ഷിക്കുന്നവർക്ക് എൻ്റെ സാമീപ്യമുണ്ടാവും. കുമുദനെ ആശീർവദിച്ച് യാത്രയാക്കിയ ഭഗവാൻ അങ്ങനെ കേശിയെ നിഗ്രഹിച്ച് കേശവനായി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.